മുത്തശ്ശ, ജിണ്ടു എവിടെ പോയി? അവനെ പ്ലെയിനിൽ കാണുന്നില്ലല്ലോ. ഈ അപ്രത്യക്ഷമാകുന്ന കാര്യത്തിൽ ജിണ്ടു എങ്ങനെയാണ് എക്സ്പേർട്ട് ആയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അവന്റെ വായിലത്തെ മാങ്ങയുണ്ട്. മാങ്ങ കണ്ടിട്ടാണോ നിങ്ങൾ പേടിക്കുന്നത്? മാങ്ങയല്ല, ഞങ്ങൾക്ക് മാങ്ങാണ്ടിയാണ് പേടി. വരൂ, നമുക്ക് അവനെ പോയി പിടിക്കാം. അപ്പൂപ്പ വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ ജിണ്ടുവിനെ പിടിച്ചോണ്ട് വന്നോളാം. സ്കേറ്റിങ്ങിനേക്കാളും നല്ലത് ഇങ്ങനെ പറക്കുന്നതാണ്. ജിണ്ടു അവിടെ നിൽക്കേ. സ്കേറ്റിങ്ങിനേക്കാളും നല്ല രസം എന്താണെന്ന് അറിയാമോ? ദേ വീറ് പോകുന്ന പോലെ പോയാ മതി. ജിണ്ടു മതി, കുറെ നേരമായി. ഈ ജിണ്ടു ഇതെവിടെ പോയി? അങ്ങോട്ട് നോക്ക്, അവൻ അവിടെയുണ്ട്. മുത്തശ്ശ, ജിണ്ടു ട്രെയിനിൽ കയറിപ്പോയി. എന്റെ റെയിൽവേ ട്രാക്കിൽ ഓടുന്ന കാറ് മാജിക് ഉപയോഗിച്ച് ഇങ്ങോട്ട് കൊണ്ടുവാ. ഓക്കേ ഓക്കേ. ജിണ്ടു അവിടെ നിൽക്കേ. അയ്യോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? ഈ ജിണ്ടു ഒരു സൂത്രശാലിയാണല്ലോ. ഫുൾ സ്പീഡ് ഓൺ. വേഗം നമ്മളെ കാറിനെ ആകാശത്തിൽ പറപ്പിക്ക്. ആ ട്രെയിനിന്റെ തൊട്ടടുത്തെത്തി. ഞാനെന്തിന് ജിണ്ടു ചെയ്യുന്ന പോലെ ചെയ്യണം? ഞാൻ എന്റെ സ്വന്തം മന്ത്രശക്തി ഉപയോഗിക്കും. ഞാൻ ഈ കാറിന്റെ സ്പീഡ് കൂട്ടാൻ പോവുകയാണ്. ഇനി ആ ട്രെയിൻ നിർത്താതെ മറ്റു വഴികളില്ല. മുത്തശ്ശ, നമ്മള് മുന്നിലേക്ക് പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. ട്രെയിൻ നിൽക്കത്തൊന്നുമില്ല. ദേ അങ്ങോട്ട് നോക്ക്, വഴി ബ്ലോക്കാണ്. ഇനി എന്തായാലും ആ ഡ്രൈവർ ബ്രേക്ക് പിടിച്ചേ പറ്റൂ. ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ അല്ല, ജിണ്ടുന്റെ മാജിക് കാരനാ ഓടുന്നേ. വേഗം എന്തെങ്കിലും ചെയ്.
അല്ല അത് മറന്നുപോയല്ലോ. ഓടിക്കോ. ആ കുട്ടിപ്പിശാച് കാണിച്ചത് കണ്ടോ? നിന്റെ കാറും എടുത്തുകൊണ്ട് അവൻ കടന്നു കളഞ്ഞു. പണ്ടൊരിക്കൽ കുട്ടിക്കാലത്തും അവൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുമുണ്ട്. അന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? മുത്തശ്ശ പ്ലീസ് ആദ്യം അവനെ ഒന്ന് തടയേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ കഥകളൊക്കെ പിന്നെ കേട്ടോളാം. ഓക്കേ, ജിണ്ടു അവിടെ നിൽക്ക്. ഇതെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി എനിക്ക് ഒരിക്കലും ജിണ്ടുവിന്റെ കുട്ടിക്കാലം കാണണ്ട. മുത്തശ്ശ, എന്തെങ്കിലും ഒന്ന് വീർ, നീ എന്റെ ഈ മാന്ത്രിക ബൈക്ക് എടുത്തോണ്ട് അവന്റെ പിന്നാലെ പോകൂ. ഇതൊരു വേഡ്സ് കമാൻഡ് മോട്ടോർ ബൈക്കാണ്. നമ്മൾ എങ്ങനെ കമാൻഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇത് പോകും. നമ്മൾ കൊടുത്ത ഒരു കമാൻഡ് ചേഞ്ച് ചെയ്യുന്നതുവരെ അതങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ കമാൻഡ് മാറ്റിയാലേ മാറുകയുള്ളൂ. ഇപ്പോഴെനിക്കെന്തെങ്കിലും കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കഴിക്കാനൊന്നില്ലല്ലോ. എനിക്കുള്ള സ്കൈ ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വയറു നിറച്ച് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും. ഇതാ എന്റെ സ്കൈ ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അപ്പൂപ്പനും കൂട്ടി വേഗം വരണേ. ജിണ്ടുവിന്റെ കാറിന്റെ അടുത്തേക്ക് പോ. ജിണ്ടു ഒന്ന് നിക്ക് പ്ലീസ്. ജിണ്ടു ഞാൻ കമാൻഡ് കൊടുത്തില്ലേ വണ്ടി മരത്തി കൂട്ടിയിടിക്കും. ജിന്റുവിനെ ആ മലേന്റെ പുറകിലുള്ള മൈതാനത്തിലേക്ക് കൊണ്ടുപോവാ. വീണ്ടും ജിന്റുവിനെ ചേസ് മൈതാനത്തെ അവിടെയാണ്. ജിന്റുവിനെ അങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ. ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഭക്ഷണങ്ങളെല്ലാം മാന്ത്രിക ഭക്ഷണങ്ങളാണ്. ഇംലിയാണ് എനിക്ക് ഐഡിയ തന്നത്. ജിണ്ടുവിന് ഭക്ഷണത്തിന്റെ ഒരു കെണിയുണ്ടാക്കി അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ഐഡിയ വർക്കൗട്ട് ആയിരിക്കുകയാണ്. ചെല്ലുമോനെ, നീ വീട്ടിലേക്ക് ചെല്ല്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അവൻ എവിടെ പോയി? അവൻ ജിൻലാൻഡിലുള്ള അവന്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നോളും. ഇനി നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പൂർത്തീകരിക്കുവാനുള്ള സമയമാണ്. ഏത് വാക്ക്?
വാക്കിന്റെ കാര്യമാ? നിങ്ങളല്ലേ നേരത്തെ എന്നോട് പറഞ്ഞത് ജിണ്ടുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കുട്ടിക്കാലത്തെ കഥകൾ മുഴുവനും ഇരുന്ന് കേൾക്കാമെന്ന്. ഓക്കെ അപ്പൂപ്പ, പക്ഷെ അതിനു മുൻപ് ആദ്യമെല്ലാം പഴയതുപോലെയാക്ക്. ആ പൊട്ടിയ മിനാറും ചായക്കടയും എല്ലാം പഴയതുപോലെയാക്ക്. ആരും ഒന്നും ഓർക്കാൻ പാടില്ല. ആ എന്നാൽ പിന്നെ നമുക്ക് ജിണ്ടുവിന്റെ കുട്ടിക്കാലത്തെ കഥകൾ കേട്ടാലോ? അന്നൊരിക്കൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ?